നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താൻ പോയില്ലേ? പോണെന്ന് കരുതിയതാ. സാധനങ്ങൾ എടുത്തു വെച്ചു. ദേ കണ്ടില്ലേ? പിന്നെന്ത് പറ്റി? അച്ഛൻ തടഞ്ഞോ? അതൊന്നുമല്ല. പിന്നെ ഞാനിനി എങ്ങനെ പോവാനാ? താനല്ലേ പോണെന്ന് പറഞ്ഞോണ്ടിരുന്നത്. തന്റെ വീട്ടിൽ പോയി അവരോടൊപ്പം ജീവിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്ന് താനല്ലേ പറഞ്ഞോണ്ടിരുന്നേ? അത് കൊറേ മുമ്പല്ലേ. അന്നിങ്ങനൊന്നും ആയിട്ടില്ലായിരുന്നല്ലോ. എങ്ങനെയൊന്നും ആയിട്ടില്ലായിരുന്നു? അത് അന്ന് സാറിന്റെ കഴുത്തിലൊരു താലി മാത്രമല്ലേ കെട്ടിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എന്നെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയില്ലേ? കല്യാണം രജിസ്റ്റർ ചെയ്തില്ലേ? അതിനൊന്നും ഇല്ലേ? ഇപ്പൊ ലോകത്തുള്ള എല്ലാവർക്കും അറിയില്ലേ ഞാൻ സാറിന്റെ ഭാര്യയാന്ന്? നമ്മുടെ കല്യാണം രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ. ഞാൻ ഇങ്ങോട്ട് പോയാലും എല്ലാരും ചോദിക്കില്ലേ? ഇവിടെ ഉള്ളവര്, കമ്പനിയിലുള്ളവര്, എന്തിന് എന്റെ നാട്ടിലുള്ളവര്. അപ്പൊ പിന്നെ ഞാൻ എവിടെ പോയാലും സാറിന്റെ ഭാര്യയാണെന്നല്ലേ പറയാ? അതിനിപ്പോ എന്താ? സാറിനങ്ങനെ പറയാം. ഞാനൊരു പെണ്ണല്ലേ. ആൾക്കാര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാതിരിക്കാൻ പറ്റൂ? മുമ്പ് എനിക്ക് പോണെന്ന് തോന്നി, ഇപ്പൊ എനിക്ക് പോകാൻ തോന്നില്ല. എന്താ? എനിക്ക് എന്താണെന്നൊന്നും ക്ലിയർ ആവുന്നില്ല. ഇനി എനിക്ക് പോകാൻ സൗകര്യമില്ല, അത്ര തന്നെ. ആരെ കണ്ടാലും പറയും ഇതെന്റെ ഭാര്യയാണെന്ന്. കമ്പനിയില്, ഭിക്ഷക്കാരുടെ അടുത്ത്, വരുന്നവരുടെയും പോകുന്നവരുടെ ഒക്കെ മുന്നിൽ. ഞാനിനി ഇവിടുന്ന് പോയാ എനിക്കൊരു ജീവിതം ഉണ്ടാവോ? അപ്പൊ താൻ പോകുന്നില്ലേ? അതാ പറഞ്ഞത്, എനിക്ക് പോകാൻ സൗകര്യമില്ലാന്ന്. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇനി എനിക്ക് പോകാൻ തോന്നുമ്പോ ഞാൻ പറയും. അല്ലാതെ എനിക്ക് പോകാൻ തോന്നുന്ന സമയം സാറ് തീരുമാനിക്കണ്ട. വെൽഡൺ മോളെ, വെൽഡൺ. വെൽഡൺ മോളെ, വെൽഡൺ. ഇവനെ പോലുള്ളവരോട് ഇതുപോലുള്ള മറുപടിയാ കൊടുക്കേണ്ടത്. അച്ഛാ, ഇയാള് പോകുന്നു പറഞ്ഞ് കത്തെഴുതി വെച്ചതാ. വായിക്കുമ്പോ മുഴുവനും വായിക്കണം. എന്ത് വായിക്കണം? ഒരു പുറത്ത് എഴുതിയതല്ലേ വായിച്ചുള്ളൂ, അപ്പുറത്ത് എഴുതിയതും കൂടി വായിച്ചൂടെ? എടുത്തു നോക്ക്. ഇതിപ്പോ എവിടെ നോക്കണം? ഇപ്പുറത്ത് നോക്ക്. ഞാൻ പോകുന്നില്ല. എന്നാ പിന്നെ തനിക്ക് മുറിയുടെ അകത്ത് നിന്നിരുന്ന പോരെ? എന്തിനാ ഇവിടെ വന്നിരുന്നേ? എനിക്കിവിടെ ഇരിക്കണം തോന്നി, ഞാനിവിടെ ഇരുന്നു. ചുമ്മാതെ അല്ലല്ലോ, ഞാൻ ഭാര്യയല്ലേ. എനിക്കിവിടെ എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇപ്പൊ നിനക്ക് എന്താണ് പറയാനുള്ളത്? നന്ദിനിക്ക് വീട്ടിൽ പോകുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞാണല്ലോ നീ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. ഇപ്പതാ മോള് തന്നെയാ പറയുന്നത് പോകുന്നില്ല. ഈ വീട് അവളുടെ സ്വന്തമാണെന്നും നീ അവളുടെ ഭർത്താവാണെന്നും. ഇനി നിനക്ക് എന്താ പറയാനുള്ളത്? അതുകൂടി കേക്കട്ടെ. ഞാനെന്ത് പറയാനാ? ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തതല്ലേ? ഇനി അത് പറഞ്ഞോ. ഞാൻ ഈ നേരം വരെ നന്ദിനിയെ കണ്ടിട്ടില്ല. പിന്നെ എന്ത് പ്ലാനിങ്? എടാ, താലി കെട്ടിക്കൊണ്ട് വന്നതാണെങ്കിലേ വിളിച്ചോണ്ട് പോടാ മര്യാദയ്ക്ക്. മോളെ, ഇവന്റെ വാക്ക് കേട്ട് നീ ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞപ്പോ സത്യത്തില്
മനസ്സങ്ങ് വല്ലാതെ. പോകാതിരിക്കാൻ നിനക്ക് തോന്നിയല്ലോ. താങ്ക്സ് മോളെ. ഇവനെപ്പോലൊരുത്തനെ മെരുക്കാൻ മോളെപ്പോലൊരാൾക്കേ പറ്റൂ. വിളിച്ചോണ്ട് വാടാ താഴേക്ക്. അല്ല, ഇനി എന്തിനാ അവിടെ നിൽക്കുന്നേ? വന്നുകൂടെ? ആ, വിളിച്ചാ വരുമല്ലോ. ഇനി പ്രത്യേകം വിളിക്കണോ? പ്രത്യേകം വിളിക്കൊന്നും വേണ്ട. ഇനി എവിടെ പോയാലും ഞാനും കൂടി ഉണ്ടാവും. ബാഗ് ഞാൻ എടുത്തോളാം. ഇനി പറയോ വീട്ടിൽ പോണെന്ന്? ആ, നോക്കട്ടെ. എന്തായാലും ഇപ്പൊ പോകാൻ എനിക്ക് മനസ്സില്ല. വാ വാ. മമ്മി, അവൾ എവിടെയും പോയിട്ടില്ല. ഇവിടെ തന്നെയുണ്ട്. ഇവിടെയോ? അതെ, അവള് ടെറസിൽ ചെന്നിരിക്കായിരുന്നു ഈ നേരം വരെ.